നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിലെ കോൺഗ്രസിൽ വീണ്ടും പോസ്റ്റർ യുദ്ധം. TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തേക്കിൽ തീർത്ത പ്രതിമ ജില്ലാ ആസ്ഥാനത്ത് എത്തിച്ചു. പ്രതിമ BJP നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ശില്പിയിൽ നിന്ന് ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. തൃശൂരിലെ കോൺഗ്രസിൽ വീണ്ടും പോസ്റ്റർ യുദ്ധം. TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. K. മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ തെളിവെടുപ്പ് ഇന്ന് തൃശൂരിൽ. ജില്ലയിലെ നേതാക്കളോട് വിവരങ്ങൾ തേടുമെന്നും DCCയിലെ കൂട്ടത്തല്ല് ദൗർഭാഗ്യകരമാണെന്നും സമിതി അധ്യക്ഷൻ KC ജോസഫ്. KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ തൃശൂരിൽ TN പ്രതാപനെതിരെ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. DCC ഓഫീസിനു മുന്നിലും തൃശൂർ പ്രസ് ക്ലബിന് സമീപത്തുമാണ് രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. TN പ്രതാപൻ കോൺഗ്രസിന്റെ ശാപമെന്നും RSS സംഘപരിവാർ ഏജന്റായ പ്രതാപനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്ന TN പ്രതാപൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗൾഫ് ടൂറും ബിനാമി കച്ചവടങ്ങളും നടത്തിയതായും പോസ്റ്ററിൽ ആരോപണമുണ്ട്. മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC 3-അംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ്, R ചന്ദ്രശേഖരൻ, T സിദ്ദിഖ് എന്നിവർ ഉൾപ്പെട്ട 3-അംഗ സമിതിയാണ് KPCC നിർദ്ദേശപ്രകാരം തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. DCCയിലെ കൂട്ടത്തല്ല് ദൗർഭാഗ്യകരമാണെന്നും സമിതി അധ്യക്ഷൻ KC ജോസഫ് പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും നേതാക്കളെ കണ്ട് വിവരങ്ങൾ അന്വേഷിക്കുമെന്നും KC ജോസഫ് അറിയിച്ചു. പോസ്റ്റർ പതിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മീഡിയ ടൈം തൃശൂർ. BJP തൃശൂരിൽ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരത്തിൽ സ്ഥാപിക്കുന്നതിനായി പടിഞ്ഞാറെ വെമ്പല്ലൂർ ശംഖു ബസാറിലെ പ്രശസ്ത ശില്പി രവീന്ദ്രൻ ശില്പശാല നിർമ്മിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തേക്കിൽ കൊത്തിയ പൂർണ്ണകായ പ്രതിമ BJP നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ശില്പിയുടെ സ്വവസതിയിൽ നിന്ന് ഏറ്റുവാങ്ങി. BJP എടവിലങ്ങം മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ പ്രതിമ ഏറ്റുവാങ്ങി. ജില്ലാ സെൽ കോർഡിനേറ്റർ PS അനിൽകുമാർ ശില്പികളെ ആദരിച്ചു. അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ, LK മനോജ്, പ്രിൻസ് തലാശ്ശേരി, മുരുകദാസൻ, BJP വെമ്പല്ലൂർ ഏരിയ പ്രസിഡന്റ് വിപിൻ ശാന്തി, ഗ്രാമസഭാ മെമ്പർമാരായ രേഷ്മ വിപിൻ, പ്രകാശിനി മുല്ലശ്ശേരി എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവഞ്ചിക്കുളം ശാഖ ഹിന്ദു സാമ്രാജ്യ ദിനവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ഡോക്ടർ പവൻ C. രുദ്രൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് ജില്ലാ സമ്പർക്ക പ്രമുഖ അഡ്വക്കേറ്റ് TK മധു സന്ദേശം നൽകി. ബാലഗോകുലം ജില്ലാ കാര്യദർശി സുനിൽ, മേത്തല മണ്ഡലം സേവാ പ്രമുഖ് അനിരുദ്ധൻ എന്നിവർ നേതൃത്വം നൽകി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. വെള്ളിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിലെ കോൺഗ്രസിൽ വീണ്ടും പോസ്റ്റർ യുദ്ധം. TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തേക്കിൽ തീർത്ത പ്രതിമ ജില്ലാ ആസ്ഥാനത്ത് എത്തിച്ചു. പ്രതിമ BJP നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ശില്പിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.